ഇരുതല മൂർച്ചയുള്ള വാള് പോലെയാണ് നാവ്. മറ്റുള്ളവരെ അധിക്ഷേപിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നത് പോലെ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് സ്വയം മുറിവേറ്റ് വീഴാം. ബോബി ചെമ്മണ്ണൂരിനും അതാണ് സംഭവിച്ചത്. സ്വർണ്ണ വ്യാപാരിയിൽ നിന്ന് താരപരിവേഷം സൃഷ്ടിക്കാൻ നടത്തിയ പേക്കൂത്തുകളാണ് ബോബി ചെമ്മണ്ണൂരിനെ അഴിക്കുള്ളിലാക്കിയത്. നാവിൽ വിളയാടിയ അയാളുടെ അശ്ലീല വാക്കുകളിൽ TV അവതാരകരും ചലച്ചിത്ര താരങ്ങളും വയോജനങ്ങളും വരെയും ഇരകളായിട്ടുണ്ട്. ഉദ്ഘാടന വേദിയിലും അഭിമുഖങ്ങളിലും എന്ത് പുലഭ്യം പറഞ്ഞാലും കയ്യടിക്കാനും ആസ്വദിക്കാനും ഒരു പറ്റം ആരാധകരും. ഹണി റോസിന് നേരെയുള്ള അധിക്ഷേപങ്ങൾ അതിരുവിട്ടതും അറപ്പുളവാക്കുന്നതുമായിരുന്നു. ഒടുവിൽ കേസ്, അറസ്റ്റ്, ജയിൽ. സമാനതകളില്ലാത്തതായിരുന്നു പ്രശസ്തിയിൽ നിന്നുള്ള ബോബി ചെമ്മണ്ണൂരിന്റെ വീഴ്ച. ഇനിയുള്ള ജയിൽവാസം ബോച്ചയെ നല്ല പുള്ളയാക്കുമോ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ലൈംഗിക അധിക്ഷേപ പരാതിയിൽ കേസും അറസ്റ്റും. ഒടുവിൽ ബോബി ചെമ്മണ്ണൂർ ജയിലിലേക്ക്. നടി ഹണി റോസിന്റെ പരാതിയെ തുടർന്നുള്ള കേസിലാണ് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ബോബിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള വിധി വന്നതോടെ കോടതിയിൽ അരങ്ങേറിയത് നാടകീയ രംഗങ്ങൾ. വിധി കേട്ടതിന് പിന്നാലെ ബോബിക്ക് ദേഹാസ്വാസ്ഥ്യം. രക്തസമ്മർദ്ദം ഉയർന്ന് പ്രതിക്കൂട്ടിൽ തളർന്നിരുന്നു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കാക്കനാട് ജില്ലാ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിക്കുന്നവർ പോലീസ് വാഹനം തടയുകയും സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്തു. ബോബി ചെമ്മണ്ണൂർ നിരന്തരമായി ലൈംഗിക അധിക്ഷേപം നടത്തുന്നു എന്ന് നടി ഹണി റോസ് നൽകിയ പരാതിയിൽ കഴിഞ്ഞ ദിവസമാണ് ബോബിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഉച്ചയ്ക്ക് 12:45ഓടെയാണ് ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിച്ചത്. കോടതി മുറിക്കുള്ളിൽ പ്രോസിക്യൂഷനും പ്രതിഭാഗവുമായി 1 മണിക്കൂറോളം നീണ്ട ശക്തമായ വാദപ്രതിവാദം. കേസിന്റെ മെറിറ്റിലേക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞ കോടതി പക്ഷേ ഉടൻ വിധി പറഞ്ഞില്ല. പിന്നെ വിധിക്കായി കാത്തിരിപ്പ്. കോടതി മുറിക്ക് സമീപം കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒപ്പം നിൽക്കുകയായിരുന്നു ഈ സമയം ബോബി ചെമ്മണ്ണൂർ. 4:45ഓടെ ജാമ്യഹർജി തള്ളിക്കൊണ്ടുള്ള വിധി പ്രസ്താവം. കാലിലെ വേദനയും നടുവേദനയുമല്ലാതെ മറ്റാരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് നേരത്തെ കോടതിയോട് പറഞ്ഞ ബോബി വിധി കേട്ടപ്പോൾ തളർന്നു. രക്തസമ്മർദ്ദം ഉയർന്നു. പിന്നാലെ ദേഹാസ്വാസ്ഥ്യവും. കോടതി മുറിയിൽ വിശ്രമിക്കാൻ ബോബിക്ക് കോടതി നിർദ്ദേശം നൽകി. തുടർന്ന് വൈദ്യപരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിലേക്ക്. ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് A. അഭിരാമിയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. തങ്ങൾ ഉന്നയിച്ച വാദങ്ങൾ കോടതി അംഗീകരിച്ചെന്ന് പ്രോസിക്യൂഷൻ പ്രതികരിച്ചു. ഒരു ഘട്ടത്തിലും ജാമ്യം കൊടുക്കരുതെന്ന് വാദിച്ചിരുന്നു. എന്താണ് കോടതി കൃത്യമായി കോടതി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു? വീഡിയോസ് ഹാജരാക്കി സാക്ഷികളെ സ്വാധീനിക്കാനും സാധ്യതയുള്ളതുകൊണ്ട് ബെയിൽ നിഷേധിക്കാൻ പറഞ്ഞു. കോടതി അത് അംഗീകരിച്ചു. കൃത്യമായി നമുക്ക് നമ്മുടെ വാദം കോടതിയെ ധരിപ്പിക്കാൻ കഴിഞ്ഞു. ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് അങ്ങനെ ഒരു സാഹചര്യം കോടതിയിലെല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. കോടതി പരിശോധിച്ചിട്ടുണ്ടാകാം. അപ്പീൽ നൽകാനാണ് പ്രതിഭാഗത്തിന്റെ തീരുമാനം. രാമപിള്ള സാറായിട്ട് ആലോചിച്ചിട്ട് തീരുമാനിക്കും. ജാമ്യം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നോ ഇതിന് മുന്നോട്ട് പോയിരുന്നത്? ഞാൻ വളരെ ഒരു ശുഭാപ്തി വിശ്വാസിയാണ്. എന്നും ശുഭാപ്തി വിശ്വാസിയാണ്. അപ്പീലല്ല, നാളെ നമ്മൾ ജില്ലാ കോടതിയിൽ ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യും. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ ജയിലിലേക്ക് മാറ്റിയപ്പോൾ പോലീസ് വാഹനം തടഞ്ഞായിരുന്നു ബോബി ഫാൻസിന്റെ പ്രതിഷേധം. കൃത്യമായ വൈദ്യപരിശോധന നടത്തിയില്ലെന്നും അവർ ആരോപിച്ചു. വണ്ടിയിൽ ഒരു കൊലപാതകനെ കൊണ്ടുപോയത് എന്താണ് സാർ ചെയ്ത തെറ്റെന്താണ്? സാറ് കൊണ്ടുപോയത് കുത്തിപ്പിടിച്ച ഒരു കൊലപാതകനെ കൊണ്ടുപോയത് ചെയ്ത് സാറ് ഒക്കെ അല്ല. സാറ് എങ്ങോട്ടാ കൊണ്ടുപോയത് അറിയത്തില്ല. അതാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. ഞങ്ങളൊന്ന് കാണാൻ പോലും സമ്മതിച്ചിട്ടില്ല. അയാൾ വണ്ടി കയറുമ്പോ മിണ്ടുന്നില്ല. അയാൾക്ക് ബോധമില്ല. പ്രഥമദൃഷ്ട്യാ പ്രതി കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അനുവാദമില്ലാതെ പരാതിക്കാരിയുടെ ശരീരത്ത് സ്പർശിച്ചു.
അശ്ലീല ദ്വയാർത്ഥ പ്രയോഗങ്ങളും നടത്തി. ലൈംഗിക ഉദ്ദേശത്തോടെ നിരന്തരം ഇടപെട്ടു. ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കാനിടയുണ്ടെന്ന പോലീസ് വാദവും കോടതി അംഗീകരിച്ചു. 7 മണിയോടെയാണ് ബോബി ചെമ്മണ്ണൂരിനെ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് മാറ്റിയത്. തെറ്റ് ചെയ്തിട്ടില്ലെന്ന് മാധ്യമങ്ങളോട് ബോബി ചെമ്മണ്ണൂർ ആവർത്തിച്ചു. ബുധനാഴ്ച രാവിലെ നാടകീയ നീക്കങ്ങളിലൂടെയാണ് വയനാട് മേപ്പാടിയിലെ റിസോർട്ടിൽ നിന്ന് ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. രാത്രി കഴിഞ്ഞത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ. പോലീസ് കസ്റ്റഡിയിലിരിക്കെ രാത്രിയും പുലർച്ചെയും കോടതിയിലെത്തിക്കുന്നതിന് മുൻപും ബോബിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയിരുന്നു. സിനിമാ പ്രചാരണം ലക്ഷ്യമിട്ടാണ് ഹണിറോസിന്റെ പരാതിയെന്ന വാദം തള്ളിയ പോലീസ് പഴുതടച്ച നീക്കങ്ങളിലൂടെയാണ് ബോബി ചെമ്മണ്ണൂരിനെ അഴിക്കുള്ളിലെത്തിച്ചത്. ന്യൂസ് 18 കൊച്ചി. ഹണിറോസിന്റെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസ് പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നിഷേധിച്ചത്. കണ്ണൂരിലെ ഉദ്ഘാടന പരിപാടിയിൽ നടി ഹണിറോസിനെ കുന്തിദേവിയോട് ഉപമിച്ചത് കുന്തിദേവിയായി അഭിനയിച്ച നടിയെപ്പോലെ തോന്നിയത് കൊണ്ടെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. എന്നാൽ അനുമതിയില്ലാതെ ശരീരത്തിൽ സ്പർശിച്ചെന്നും ഒളിവിൽ പോകാനും സാക്ഷികളെ സ്വാധീനിക്കാനും സാധ്യതയുണ്ടെന്നുമുള്ള പോലീസ് റിപ്പോർട്ട് കോടതി അംഗീകരിക്കുകയായിരുന്നു. ഹണിറോസിനെതിരായ ദ്വയാർത്ഥ പ്രയോഗം അശ്ലീല ചുവയുള്ളതാണെന്ന് പ്രഥമദൃഷ്ട്യാ ബോധ്യപ്പെട്ടതെന്നും കോടതി വ്യക്തമാക്കി. സന്യാസിനി വേഷമണിഞ്ഞ് പ്രത്യേക രീതിയിലുള്ള ഹെയർ സ്റ്റൈലിലാണ് നടി ഹണിറോസ് ഉദ്ഘാടന ചടങ്ങിൽ പ്രത്യക്ഷപ്പെട്ടത്. അഭിമുഖങ്ങളിലടക്കം പങ്കുവച്ചത് പുരാണത്തിലെ കാര്യങ്ങളാണെന്നും അശ്ലീല പദപ്രയോഗങ്ങളെന്നത് തെറ്റിദ്ധാരണ മാത്രമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. നടിയെ താൻ ഉപമിച്ചപ്പോൾ അവർ ചിരിക്കുകയായിരുന്നുവെന്നും ഇതിന്റെ വീഡിയോ ഹാജരാക്കാമെന്നും പ്രതിഭാഗം അറിയിച്ചു. ഇത് അനുവദിക്കരുതെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. ഇത് കോടതി അംഗീകരിക്കുകയും ദൃശ്യങ്ങൾ കാണേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയും ചെയ്തു. കയറി പിടിച്ചിട്ടില്ലെന്നും കൈ കാണിച്ചപ്പോൾ കൈ പിടിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂവെന്നും ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. നടി തന്നെ ഇതിന്റെ ദൃശ്യങ്ങളും ഫോട്ടോകളും ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ടെന്നും ഇപ്പോഴും അവ അവിടെ തന്നെയുണ്ടെന്നും ഇതിന്റെ ലിങ്കുകൾ ഹാജരാക്കി പ്രതിഭാഗം പറഞ്ഞു. അന്നൊന്നും അപമാനിച്ചതായി തോന്നാത്ത നടിക്ക് പിന്നീട് എപ്പോഴാണ് ഇത് അപമാനമായി തോന്നിയതെന്നും എന്നിട്ടും ദൃശ്യങ്ങൾ ഫേസ്ബുക്കിൽ നിലനിർത്തിയത് എന്തിനെന്നും പ്രതിഭാഗം ചോദിച്ചു. പരാമർശം നടത്തിയെന്ന് പറയുന്ന സംഭവത്തിന് ശേഷവും ഇരുവരും സൗഹൃദത്തിലായിരുന്നു. പിന്നീടും ഇരുവരും ഒരുമിച്ചു പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. ശരീരത്തിൽ സ്പർശിച്ചുവെന്ന് പറയുന്നത് തെറ്റാണ്. കണ്ണൂരിൽ നടന്ന പരിപാടിയുടെ ദൃശ്യം ഹണിറോസ് തന്നെ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചിട്ടുണ്ട്. മുമ്പും തന്റെ സ്ഥാപനങ്ങളുടെ ചടങ്ങുകളിൽ അതിഥിയായി നടിയെ ക്ഷണിച്ചിട്ടുണ്ടെന്നും ബോബി ചെമ്മണ്ണൂർ അറിയിച്ചു. താൻ കുറ്റം ചെയ്തിട്ടില്ലെന്നും പരാമർശങ്ങൾ ദുരുദ്ദേശപരമായിരുന്നില്ലെന്നും ബോബി പറഞ്ഞു. സംരംഭകനായ താൻ ജയിലിൽ കിടന്നാൽ അത് ആയിരക്കണക്കിന് കുടുംബങ്ങളെ ബാധിക്കും. തന്റെ ഫോൺ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ജാമ്യം ലഭിക്കാവുന്ന കേസിൽ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അന്വേഷണത്തിന് ആവശ്യമുണ്ടെങ്കിൽ തന്നെ വിളിച്ചാൽ മതിയെന്നും പ്രതിഭാഗം വാദിച്ചു. ബോബി ചെമ്മണ്ണൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത മൊബൈൽ ഫോണും പോലീസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ജാമ്യ ഹർജിയെ എതിർത്ത പ്രോസിക്യൂഷൻ കുറ്റം ഗൗരവമേറിയതാണെന്നും വാദിച്ചു. മൊബൈൽ ഫോണിന്റെ ഫോറൻസിക് പരിശോധന പൂർത്തിയാകും വരെ ജാമ്യം നൽകരുതെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ബോബി ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്നും ഇതിനുശേഷം തുടർച്ചയായി അധിക്ഷേപിക്കാൻ ശ്രമിച്ചെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. അനുവാദമില്ലാതെ ഹണിറോസിന്റെ ശരീരത്തിൽ സ്പർശിച്ചു. അവരെ അപമാനിച്ചത് ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ വെച്ചാണ്. ഇത് സമൂഹമാധ്യമത്തിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. എല്ലാവർക്കും മനസ്സിലാവുന്ന ദ്വയാർത്ഥ പ്രയോഗങ്ങളാണ് അദ്ദേഹം നടത്തിയത്. ഉദ്ഘാടന ചടങ്ങിൽ ഏറെ വേദനിച്ചാണ് ഹണിറോസ് മടങ്ങിയത്. ഹണിറോസിനെ ബോധപൂർവം അപമാനിക്കാനായിരുന്നു പ്രതിയുടെ ശ്രമമെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. വലിയ സ്വാധീനമുള്ളയാളാണ് ബോബി. അതിനാൽ ജാമ്യം നൽകിയാൽ ഒളിവിൽ പോകാനുള്ള സാധ്യത ഏറെയാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ജാമ്യം നിഷേധിച്ചതിനെതിരെ അപ്പീൽ നൽകാനാണ് ബോബി ചെമ്മണ്ണൂരിന്റെ തീരുമാനം. ന്യൂസ് 18 കൊച്ചി. സ്വർണ്ണ വ്യാപാരിയിൽ തുടങ്ങി ഡാൻസും പാട്ടും റീൽസുമൊക്കെയായി സെലിബ്രിറ്റി പരിവേഷം നിറഞ്ഞ ജീവിതം.
സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി എന്തു പേക്കൂത്തും കാട്ടുന്നുവെന്ന വിളിപ്പേര്. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ദശലക്ഷക്കണക്കിന് ഫോളോവേഴ്സ്. യുവാക്കളുടെ ഇടയിൽ വലിയ സ്വാധീനം. സോഷ്യൽ മീഡിയയിൽ ട്രെൻഡാകാൻ അഭിമുഖങ്ങളിലും പൊതുവേദികളിലും അശ്ലീല പരാമർശങ്ങളുടെ പരമ്പര. ആരാധകരുടെ അതിരുകടന്ന ആവേശത്തിൽ സ്വയം മതിമറന്നതാണ് ബോബി ചെമ്മണ്ണൂരിന് വിനയായത്. ബോബിക്കെതിരെയുള്ള തന്റെ അനിഷ്ടവും വിയോജിപ്പും തുറന്നു പറഞ്ഞ നടി ഹണി റോസ് രംഗത്ത് വന്നതിന് പിന്നാലെയായിരുന്നു കേസും അറസ്റ്റും. ഉദ്ഘാടന വേദി മുതൽ അഭിമുഖം വരെ നീണ്ട അശ്ലീല പരാമർശങ്ങൾ. നാവിൽ വിളയാടിയ അശ്ലീല വാക്കുകളിലും ആ ദ്വയാർത്ഥ പരാമർശങ്ങൾക്കും ചലച്ചിത്ര താരങ്ങളടക്കം ഇരയായിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ്. ഭൂരിഭാഗം വീഡിയോയ്ക്കും തെറ്റിദ്ധരിപ്പിക്കുന്നതും ദ്വയാർത്ഥ പ്രയോഗത്തോടെയുമുള്ള തലക്കെട്ടുകൾ. ഇതിനെ കമന്റുകളിലൂടെ ആഘോഷിക്കാനും എന്ത് വൃത്തികേടിനും കൈയടിക്കാനും ആരാധക കൂട്ടം. റീൽസുകളിലും വീഡിയോകളിലും ദ്വയാർത്ഥ പ്രയോഗം നടത്തുമ്പോൾ അതിനെ തിരുത്താനോ നടപടിയെടുക്കാനോ ഇവിടെ നിയമ സംവിധാനങ്ങൾ ഒന്നുമില്ലേ എന്ന് മലയാളി ചിന്തിച്ചിട്ടുണ്ട്. ഒടുവിൽ ഉദ്ഘാടന വേദികളിലെയും സോഷ്യൽ മീഡിയയിലെയും അധിക്ഷേപങ്ങളാണ് ബോബി ചെമ്മണ്ണൂരിനെ ജയിലിലാക്കിയത്. നടി ഹണി റോസിന്റെ കാര്യത്തിലും സമാനമായിരുന്നു കാര്യങ്ങൾ. ഉദ്ഘാടന പരിപാടിക്കെത്തുമ്പോൾ ധരിക്കുന്ന വസ്ത്രത്തെ അടക്കം അടിസ്ഥാനമാക്കി സമൂഹ മാധ്യമങ്ങളിൽ വലിയ അധിക്ഷേപമായിരുന്നു കഴിഞ്ഞ കുറെ കാലമായി ഹണി റോസ് നേരിട്ടുകൊണ്ടിരുന്നത്. ഇതിനിടെയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ സ്ഥാപനത്തിൽ നടി ഉദ്ഘാടനത്തിനെത്തുന്നതും അവരുടെ മുന്നിൽ വെച്ച് തന്നെ ദ്വയാർത്ഥ പ്രയോഗം നടത്തുകയും ചെയ്തത്. ഇത് വിവാദമായതോടെ പിന്നീട് അതിനെ ന്യായീകരിക്കുകയും കൂടുതൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തുകയും ചെയ്ത് ബോബി തന്നെ രംഗത്ത് വന്നു. അപ്പോഴും ഇത് അറസ്റ്റിലേക്കോ റിമാൻഡിലേക്കോ പോകുമെന്ന് സ്വപ്നത്തിൽ പോലും ആരും കരുതിയില്ല. തുടർന്നാണ് നടി പരാതി കൊടുക്കുന്നതും പോലീസ് വളഞ്ഞിട്ട് പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നതിലേക്കും എത്തിയത്. ബോബി ചെമ്മണ്ണൂരിനെതിരെയുള്ള തന്റെ അനിഷ്ടവും വിയോജിപ്പും തുറന്നു പറഞ്ഞ് നടി ഹണി റോസ് രംഗത്ത് വന്നതോടെയാണ് സംഭവം ചർച്ചയായതും ബോബിക്ക് വിനയായതും. ജ്വല്ലറി ഉദ്ഘാടനത്തിനെത്തിയ തന്നെ കുന്തി ദേവി എന്ന് ബോബി ചെമ്മണ്ണൂർ വിളിച്ചതിലുള്ള അനിഷ്ടം വേദിയിൽ വെച്ച് പ്രകടിപ്പിക്കാതിരുന്നത് ഉദ്ഘാടനത്തിന് വിളിച്ചവരോടുള്ള ആദരവ് കാരണമാണെന്ന് ഹണി റോസ് പറഞ്ഞിരുന്നു. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ ദ്വയാർത്ഥ കമന്റുകൾ പറയുന്നതും തന്റെ പേര് വലിച്ചിഴയ്ക്കുന്നതും തുടരുന്നതുകൊണ്ട് നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്ന് വ്യക്തമാക്കിയാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ അവർ പോലീസിൽ പരാതി നൽകിയത്. കഴിഞ്ഞ ദിവസമാണ് സ്ത്രീകളോട് നല്ല ശരീരഘടനയാണല്ലോ എന്ന കമന്റ് പോലും ലൈംഗികാതിക്രമമാവുമെന്ന് മറ്റൊരു കേസ് തീർപ്പാക്കിക്കൊണ്ട് ഹൈക്കോടതി വ്യക്തമാക്കിയത്. ഇതിനടുത്ത ദിവസമാണ് ഹണി റോസിന്റെ പരാതിയിൽ ബോബിയെ അറസ്റ്റ് ചെയ്യുന്നതും ജാമ്യം നിഷേധിച്ച് റിമാൻഡ് ചെയ്യുന്നതുമെന്നത് ശ്രദ്ധേയം. ബോബി ചെമ്മണ്ണൂരിന്റെ കേസിൽ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയുടെ നിരീക്ഷണം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ന്യൂസ് 18 കൊച്ചി. കേരളത്തിന്റെ മനസ്സാക്ഷിയെ മുറിപ്പെടുത്തിയ സംഭവമായിരുന്നു വാളയാറിലെ 2 പെൺകുട്ടികളുടെ ദുരൂഹമരണം. 9ഉം 13ഉം വയസ്സുള്ള 2 പെൺകുട്ടികൾ ബലാത്സംഗത്തിന് ഇരയായതായി തെളിഞ്ഞതാണ്. ആ കേസിൽ പ്രതികൾ പിടിയിലായിട്ടും കോടതിയിൽ നിന്ന് കുറ്റവിമുക്തരാക്കപ്പെട്ടു. 2017 നടന്ന കേസിൽ 8 വർഷത്തിന് ശേഷം പെൺകുട്ടികളുടെ മാതാപിതാക്കളെ CBI പ്രതി ചേർത്തിരിക്കുന്നു. പ്രേരണ കുറ്റം ചുമത്തിയാണ് CBI തിരുവനന്തപുരം യൂണിറ്റ് കൊച്ചി CBI 3ാം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. 6 കേസുകളിലായാണ് കുറ്റപത്രം. അതേസമയം നിരപരാധിത്വം തെളിയിക്കുമെന്നും ആരോപണം ഉന്നയിക്കുന്ന CBI തെളിവ് നൽകട്ടെ എന്നും വാളയാർ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ പ്രതികരിച്ചു. വാളയാർ കേസുമായി ബന്ധപ്പെട്ട തുടരന്വേഷണത്തിന് ഹൈക്കോടതി നിർദ്ദേശിച്ചതിനെ തുടർന്ന് പ്രദേശവാസികളെ പ്രതികളാക്കി CBI കുറ്റപത്രം നൽകിയിരുന്നു. ഇത് തള്ളിയ കോടതി വീണ്ടും വിശദമായ അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. ഈ അന്വേഷണത്തിലാണ് മാതാപിതാക്കളെ പ്രതികളാക്കി അനുബന്ധ കുറ്റപത്രം നൽകിയത്. കുട്ടികൾ ബലാത്സംഗത്തിന് ഇരയായ വിവരം മുൻകൂട്ടി അറിഞ്ഞിട്ടും മാതാപിതാക്കൾ പോലീസിനെ അറിയിച്ചില്ല. ഇക്കാരണത്താലാണ് മാതാപിതാക്കൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ഇതിനു പുറമെ പോക്സോ വകുപ്പുകളും IPC വകുപ്പുകളും മാതാപിതാക്കൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്.
നേരത്തെ സംസ്ഥാന പോലീസ് നടത്തിയ അന്വേഷണത്തിലും ഇത്തരത്തിലുള്ള കണ്ടെത്തലുകളുണ്ടായിരുന്നു. കുട്ടികൾ ശാരീരിക ചൂഷണത്തിന് ഇരയായിരുന്നത് മാതാപിതാക്കൾക്ക് അറിവുണ്ടായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. എന്നാൽ മാതാപിതാക്കളെ സാക്ഷിയാക്കുകയായിരുന്നു പോലീസ് ചെയ്തത്. അതേസമയം വിചിത്രമായ കുറ്റപത്രമാണ് സമർപ്പിച്ചിരിക്കുന്നതെന്ന് വാളയാർ നീതിസമര സമിതി രക്ഷാധികാരിയായ CR നീലകണ്ഠൻ പ്രതികരിച്ചു. മരണം നടക്കുമ്പോൾ മാതാപിതാക്കൾ സ്ഥലത്തില്ല. മക്കളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന മാതാപിതാക്കൾ എവിടെയെങ്കിലും ഉണ്ടാവുമോ എന്നും CR നീലകണ്ഠൻ ചോദിച്ചു. വാളയാർ പെൺകുട്ടികളുടെ മാതാപിതാക്കളും CBIക്കെതിരെ രംഗത്തെത്തി. മക്കളുടെ മരണത്തിൽ CBI അന്വേഷണത്തിലൂടെ പ്രതികളെ പിടികൂടാൻ കഴിയുമെന്ന വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും അവർ പ്രതികരിച്ചു. അടുത്ത വ്യക്തിയിലെത്താൻ CBIക്ക് സാധിക്കാത്തത് കൊണ്ടാണ് അവർ അവസാന ഘട്ടമായിട്ട് ഒരു നാടകീയമായിട്ട് അവസാനമായിട്ട് അച്ഛനും അമ്മനെയും പ്രതി ചേർത്തുകൊണ്ട് ഇങ്ങനെയൊരു കുറ്റപത്രം കൊണ്ടുവന്നിരിക്കുന്നത്. സത്യസന്ധമായിട്ട് കേസ് തെളിയണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നെങ്കിൽ നമ്മൾ ആവശ്യപ്പെട്ടതുപോലെ രാജേഷ് മേനോനെ നമുക്ക് വക്കീലായിട്ട് സർക്കാരാണെങ്കിലും CBI ആണെങ്കിലും തന്നിട്ടുണ്ടാവും. പക്ഷെ അവർ നമ്മളെ കണ്ടിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. പരിചയമില്ലാത്ത ഒരു വ്യക്തിനെ, ഒരു ഫയൽസ് മാത്യൂസ് എന്ന് പറയുന്ന ഒരു വക്കീലിനെ കൊണ്ടുവന്ന് നമുക്ക് വെച്ചിട്ട് ഇപ്പോൾ അവസാന ഘട്ടമായിട്ട് അവരുടെ എല്ലാവരുടെയും കൂടാലോചനയുടെ ഭാഗമായിട്ട് അച്ഛനും അമ്മനെയും കുറ്റക്കാരാക്കിക്കൊണ്ട് ഒരു കുറ്റപത്രം കൊണ്ടുവന്നിരിക്കുകയാണ്. 2017 മുതലേ കൊലപാതകമാണെന്ന് ഞങ്ങൾ പറഞ്ഞു. അത് കൊലപാതകത്തിൽ നിന്നുള്ള ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു ചെറിയ മകളുടെ ഇതുണ്ട്. അപ്പോൾ അതിലൊന്നും ഇതില്ലാണ്ട് കേസ് അട്ടിമറിച്ചും കൊണ്ടേ നിൽക്കണം. ആദ്യം സോജൻ വന്നു, അട്ടിമറിച്ചു. പിന്നെ അനന്തകൃഷ്ണൻ വന്നു, കേസ് അട്ടിമറിച്ചു. ഇപ്പോൾ ഉമ്മ വന്നു, അട്ടിമറിച്ചു. എല്ലാം കൂടി സർക്കാരും ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇത് കേസ് അട്ടിമറിച്ചും കൊണ്ടേ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ സോജന് IPS കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു സർക്കാർ. എന്ത് കാരണം കൊണ്ട് കുട്ടികളെ അപമര്യാദയായി പറഞ്ഞത് എല്ലാം കേസ് അട്ടിമറിച്ചത് ഒക്കെ സോജനാണ്. 2017 ജനുവരി 7-നാണ് അട്ടപ്പള്ളത്തെ വീട്ടിൽ 13 വയസ്സുകാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2017 മാർച്ച് 4-ന് ഇതേ വീട്ടിൽ സഹോദരിയായ 9 വയസ്സുകാരിയെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തുടർന്ന് അന്ന് പാലക്കാട് SP ആയിരുന്ന G പൂങ്കഴലിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ച അന്വേഷണം ആരംഭിച്ചു. മാർച്ച് 12-നാണ് മരിച്ച കുട്ടികൾ പീഡനത്തിനിരയായെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നത്. സഹോദരിമാരുടെ മരണം ആത്മഹത്യയെന്ന് ചൂണ്ടിക്കാട്ടി 2019 ജൂൺ 22-ന് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. ആ വർഷം ഒക്ടോബർ 9-നാണ് കേസിലെ ആദ്യ വിധി വന്നത്. മൂന്നാം പ്രതിയായ ചേർത്തല സ്വദേശി പ്രദീപ് കുമാറിനെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു. 2019 ഒക്ടോബർ 25-ന് പ്രതികളായ V മധു, M മധു, ഷിബു എന്നിവരെയും കോടതി വെറുതെ വിട്ടിരുന്നു. ന്യൂസ് 18 പാലക്കാട്. കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സ്ത്രീ സുരക്ഷ ഒരു വെല്ലുവിളിയാണ്. പലയിടത്തും സ്ത്രീകൾ അധിക്ഷേപത്തിന് ഇരകളാകുന്നുണ്ട്. ഇത് ചോദ്യം ചെയ്താൽ മർദ്ദനവും. തൃശൂർ അതിരപ്പള്ളിയിൽ വിനോദസഞ്ചാരത്തിനെത്തിയ അധ്യാപകനെ ക്രൂരമായി മർദ്ദിച്ചത് സാമൂഹ്യവിരുദ്ധരായ 5-അംഗ സംഘമാണ്. സഹപ്രവർത്തകയായ അധ്യാപികയെ അശ്ലീലം പറഞ്ഞത് ചോദ്യം ചെയ്തതിനായിരുന്നു മർദ്ദനം. സംഭവത്തിൽ ഒറ്റപ്പാലം സ്വദേശികളായ 5 യുവാക്കളെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ ചാലക്കുടിയിൽ വാട്ടർ തീം പാർക്കിൽ വിനോദസഞ്ചാരത്തിനെത്തിയ അധ്യാപകനെയാണ് ഒറ്റപ്പാലം സ്വദേശികളായ 5-അംഗ സംഘം ക്രൂരമായി മർദ്ദിച്ചത്. മർദ്ദനത്തെ തുടർന്ന് അധ്യാപകന്റെ മൂക്കിന്റെ എല്ല് തകർന്നു. വിദ്യാർത്ഥികൾക്ക് മുന്നിൽ വെച്ച് അധ്യാപകനെ മർദ്ദിച്ച 5-അംഗ സംഘത്തെ പാർക്കിലെ സെക്യൂരിറ്റി ജീവനക്കാർ തടഞ്ഞുവെച്ച് ചാലക്കുടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. ഒറ്റപ്പാലം വല്ലപ്പുഴ ദേശത്ത് മഠത്തിൽ വീട്ടിൽ ഉമ്മർ ഷാഫി, വെളുത്താക്കത്തൊടി വീട്ടിൽ മുഹമ്മദ് റാഷിഖ്, കൊങ്ങശ്ശേരി വീട്ടിൽ റഫീഖ്, ശങ്കരത്തൊടി വീട്ടിൽ ഇബ്രാഹിം, മഠത്തിൽ വീട്ടിൽ മുബഷീർ എന്നിവരെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. മലപ്പുറം നെടിയിരിപ്പിൽ നിന്ന് സ്കൂൾ വിദ്യാർത്ഥികളുമായാണ് കഴിഞ്ഞ ദിവസം അധ്യാപകർ വാട്ടർ തീം പാർക്കിലെത്തിയത്. അധ്യാപിക മൊബൈൽ ഫോണിൽ സംസാരിച്ചു നിൽക്കുമ്പോൾ പ്രതികളിൽ ഒരാൾ അശ്ലീല ചുവയോടെ സംസാരിച്ചതായാണ് പരാതി. ഇതറിഞ്ഞ സഹ അധ്യാപകൻ പ്രണവ് ഇക്കാര്യം ചോദ്യം ചെയ്തതോടെ ഇവർ തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് സംഘത്തിലെ ഒരാൾ അധ്യാപകന്റെ മൂക്കിലിടിക്കുകയായിരുന്നു. പ്രതികളുടെ ഫോട്ടോ മൊബൈലിലെടുത്ത് അധ്യാപികയുടെ കയ്യിൽ കയറി പിടിച്ച് ഫോൺ തട്ടിക്കളഞ്ഞതായും പരാതിയുണ്ട്. പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. ന്യൂസ് 18 തൃശൂർ. ഒന്നിച്ചിരുന്ന് മദ്യപിക്കുമ്പോൾ പോലും സുഹൃത്തുക്കളെ കണ്ണടച്ച് വിശ്വസിക്കരുത്. അവർ സ്നേഹത്തോടെ നൽകുന്ന ഭക്ഷണം കഴിക്കുന്നതും സൂക്ഷിച്ചു വേണം. കോഴിക്കോട് വടകരയിൽ മദ്യപിക്കുന്നവരുടെ യുവാവിന് സുഹൃത്ത് എലിവിഷൻ ചേർത്ത ബീഫ് നൽകിയ സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ബീഫ് കഴിച്ച
കുറിഞ്ഞാലിയോട് സ്വദേശി നിതീഷ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. നിതീഷിന്റെ സുഹൃത്ത് മഹേഷിനെതിരെ പോലീസ് കേസെടുത്തു. സുഹൃത്തുക്കളായ നിതീഷും മഹേഷും ഒരുമിച്ച് തിങ്കളാഴ്ച രാത്രിയിൽ മദ്യപിച്ചിരുന്നു. മദ്യപിക്കുന്ന സമയത്ത് മഹേഷ് കൊണ്ടുവന്ന ബീഫ് റോസ്റ്റ് നിതീഷ് കഴിച്ചു. ബീഫിൽ എലിവിഷം ചേർത്തതായി മഹേഷ് നിതീഷിനോട് പറഞ്ഞിരുന്നുവെങ്കിലും തമാശയാണ് എന്ന് കരുതി കഴിക്കുകയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ വയറുവേദനയും മറ്റ് അസ്വസ്ഥതകളും അനുഭവപ്പെട്ടതോടെയാണ് നിതീഷ് ഓർക്കാട്ടേരിയിലെ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. നില ഗുരുതരമായതോടെ ഇയാളെ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുറിഞ്ഞാലിയോട് സ്വദേശിയായ നിതീഷിന്റെ ബന്ധുക്കളുടെ പരാതിയിലാണ് വൈക്കിലശ്ശേരി സ്വദേശി 45-കാരനായ മഹേഷിനെതിരെ വടകര പോലീസ് കേസെടുത്തത്. ബീഫിൽ എലിവിഷം ചേർത്തിട്ടുള്ളതായി നിതീഷിനോട് പറഞ്ഞിരുന്നുവെന്നും എന്നാൽ താൻ പറഞ്ഞത് തമാശയെന്ന് കരുതി നിതീഷ് കഴിക്കുകയായിരുന്നുവെന്നുമാണ് മഹേഷ് പറയുന്നത്. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം തുടങ്ങി. വടകര. കേരളത്തെ നടുക്കിയ വിസ്മയ കേസിൽ എന്താണ് സംഭവിക്കുന്നത്? കൊല്ലം നിലമേൽ സ്വദേശി വിസ്മയ സ്ത്രീധന പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതിക്ക് കഴിഞ്ഞ ദിവസം പരോൾ അനുവദിച്ചിരുന്നു. പിന്നാലെ തനിക്കെതിരായ ശിക്ഷാവിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതി കിരൺ കുമാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു. ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കില്ലെന്നും വിസ്മയുടെ ആത്മഹത്യയുമായി നേരിട്ട് ബന്ധിപ്പിക്കാൻ തെളിവില്ലെന്നും കിരൺ കുമാർ ഹർജിയിൽ പറയുന്നു. 30 ദിവസത്തെ പരോൾ അനുവദിച്ചതിന് പിന്നാലെയാണ് പ്രതിയുടെ പുതിയ നീക്കം. പത്ത് വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട കിരണിന് പോലീസ് റിപ്പോർട്ട് എതിരായിട്ടും ജയിൽ മേധാവി ഡിസംബർ 30-ന് പരോൾ അനുവദിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ശിക്ഷാവിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കിരൺ കുമാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. വിസ്മയയുടെ ആത്മഹത്യയുമായി തന്നെ നേരിട്ട് ബന്ധിപ്പിക്കാൻ തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ആത്മഹത്യാ പ്രേരണാകുറ്റം നിലനിൽക്കില്ലെന്നും മാധ്യമ വിചാരണയുടെ ഇരയാണ് താനെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. സ്ത്രീധന പീഡനത്തെ തുടർന്ന് വിസ്മയ ആത്മഹത്യ ചെയ്ത കേസിൽ ഭർത്താവ് കിരണിനെ 10 വർഷത്തെ തടവിനും 12.55 ലക്ഷം രൂപ പിഴയടയ്ക്കാനുമാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. ശിക്ഷ നടപ്പാക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ടുള്ള കിരണിന്റെ ഹർജി 2022 ഡിസംബർ 13-ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരുന്നു. കൊല്ലം നിലമേൽ സ്വദേശിയായ വിസ്മയെ 2021 ജൂൺ 21-നാണ് ശാസ്താംകോട്ട ശാസ്താനടയിലുള്ള ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മകളെ ഭർത്താവ് നിരന്തരം പീഡിപ്പിച്ചിരുന്നതായും കൊലപാതകമാണെന്നുമുള്ള ആരോപണവുമായി വിസ്മയയുടെ വീട്ടുകാർ രംഗത്തെത്തി. കൂടുതൽ തെളിവുകൾ പുറത്തു വന്നതോടെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിരുന്ന ഭർത്താവ് കിരൺ കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിന്റെ പശ്ചാത്തലത്തിൽ മോട്ടോർ വാഹന വകുപ്പ് കിരൺ കുമാറിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. ന്യൂസ് 18 കൊല്ലം. തിരുവനന്തപുരത്ത് കുപ്രസിദ്ധ അന്തർ സംസ്ഥാന മോഷ്ടാക്കൾ പിടിയിലായ വാർത്തയിലേക്കാണിനി. മുൻ ജയിൽ DIGയുടെ വീട്ടിൽ കവർച്ച നടത്തിയ സംഭവത്തിലാണ് 2 പ്രതികൾ പിടിയിലായത്. ഇവരുമായി കരമന നെടുങ്കാട് വീട്ടിൽ പോലീസ് തെളിവെടുപ്പ് നടത്തി. കവർച്ചയുമായി ബന്ധപ്പെട്ട് നിരവധി സംസ്ഥാനങ്ങളിൽ ഇരുവർക്കുമെതിരെ കേസുകൾ നിലവിലുണ്ട്. ഡിസംബർ 25-നായിരുന്നു തലസ്ഥാന നഗരിയിലെ കവർച്ച. മുൻ ജയിൽ DIG സന്തോഷ് കുമാറിന്റെ വീട്ടിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങളും പണവും വില കൂടിയ വാച്ചുകളുമാണ് മോഷണം പോയത്. വീടിന്റെ പിൻവശത്തെ വാതിൽ കുത്തി തുറന്നായിരുന്നു കവർച്ച. ഉത്തർപ്രദേശ് സ്വദേശികളായ മനോജ് കുമാർ, വിജയകുമാർ എന്നിവരാണ് പിടിയിലായത്. കരമന ഷാഡോ പോലീസിന്റെ സഹായത്തോടെയാണ് പ്രതികളെ പിടികൂടിയത്. കവർച്ചയുമായി ബന്ധപ്പെട്ട് നിരവധി സംസ്ഥാനങ്ങളിൽ ഇരുവർക്കുമെതിരെ കേസുകൾ നിലനിൽക്കുന്നുണ്ട്. പ്രതികളുമായി കരമനയിലെ വീട്ടിൽ തെളിവെടുപ്പ് നടത്തി. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുമെന്ന് കരമന പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. വയനാട് DCC ട്രഷററായിരുന്ന NM വിജയന്റെ ആത്മഹത്യയിൽ IC ബാലകൃഷ്ണൻ MLA ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു.
വയനാട് DCC അധ്യക്ഷൻ ND അപ്പച്ചൻ, ഗോപിനാഥ്, PV ബാലചന്ദ്രൻ എന്നിവരെയും പ്രതി ചേർത്തിട്ടുണ്ട്. പ്രതികൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് കേസെടുത്തത്. ആത്മഹത്യാക്കുറിപ്പ് കുടുംബം പുറത്തുവിട്ടതോടെയാണ് അതിൽ പരാമർശിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ആത്മഹത്യ ചെയ്യുന്നതിനു മുമ്പ് മൂത്ത മകൻ വിജേഷിന് എഴുതിയ കത്തിലാണ് എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് NM വിജയൻ വ്യക്തമാക്കിയത്. പാർട്ടി നേതാക്കൾ തന്നെ വഞ്ചിച്ചതടക്കം KPCC അധ്യക്ഷൻ എഴുതിയ കത്തിൽ വിശദമാക്കിയിരുന്നു. IC ബാലകൃഷ്ണനും ND അപ്പച്ചനും ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ബത്തേരി അർബൻ ബാങ്ക് നിയമനത്തിന് പണം വാങ്ങിയത്. DCC പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്ന 3 നേതാക്കൾ പണം വീതിച്ചെടുത്തെന്നും ആരോപണമുണ്ട്. ആത്മഹത്യാക്കുറിപ്പും KPCC നേതൃത്വത്തിന് എഴുതിയ കത്തും കുടുംബം പുറത്തുവിട്ടതോടെയാണ് അതിൽ പരാമർശിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസെടുത്തത്. IC ബാലകൃഷ്ണൻ MLA, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവർക്കെതിരെയാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയത്. KL പൗലോസ് ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾക്കൊപ്പം നേരത്തെ കോൺഗ്രസ് വിട്ട് CPM-ലെത്തിയ പരേതനായ PV ബാലചന്ദ്രനും പ്രതിപ്പട്ടികയിലുണ്ട്. സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയത് രാഷ്ട്രീയ പ്രേരിതമെന്നായിരുന്നു DCC പ്രസിഡന്റ് ND അപ്പച്ചന്റെ പ്രതികരണം. അന്വേഷണത്തോട് സഹകരിക്കുമെന്നും കേസ് നിയമപരമായി നേരിടുമെന്നും ND അപ്പച്ചൻ പറഞ്ഞു. കേസ് CPM-നെ സംബന്ധിച്ച് എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ അവരുടെ പേരിൽ കുറ്റം ചുമത്തി കേസെടുക്കുക, അറസ്റ്റ് ചെയ്യുക, ജയിലിടുക, ഇതൊക്കെയല്ലേ അവരുടെ പണി ഇപ്പോൾ സ്ഥിരമായിട്ട്. NM വിജയന്റെ കുടുംബത്തെ KPCC അന്വേഷണ സമിതി കണ്ട ശേഷം സംഭവത്തിൽ പോലീസ് കേസെടുത്തതിൽ ദുരൂഹതയുണ്ടെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പ്രതികരിച്ചു. ഞങ്ങൾ ഇന്നലെ ആ വീട്ടിൽ പോയി. അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ഉണ്ടായിരുന്നു, അവരുടെ 4 കുട്ടികളുണ്ടായിരുന്നു. എല്ലാവരും കൂടി ചേർന്ന്, ഞങ്ങളും ഒരുമിച്ച് എല്ലാവരും കൂടി ചേർന്നാണ് മാധ്യമങ്ങളെ കണ്ടത്. ആ മാധ്യമങ്ങൾ അവർ പറഞ്ഞത് കേട്ടിട്ട് അവിടെയാണ് ഇതിലൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി കൂടി ശ്രമിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. ആത്മഹത്യാ പ്രേരണ കൂടി ഉൾപ്പെടുത്തിയതോടെ കേസ് മാനന്തവാടി സബ് ഡിവിഷൻ കോടതിയിൽ നിന്ന് ബത്തേരി കോടതിയിലേക്ക് മാറ്റാൻ പോലീസ് അപേക്ഷ നൽകിയിട്ടുണ്ട്. NM വിജയന്റെ ആത്മഹത്യയിൽ IC ബാലകൃഷ്ണൻ MLA-യുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാനാണ് LDF തീരുമാനം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വാവിട്ട വാക്കും കൈവിട്ട ആയുധവും ഒരുപോലെയാണ്. സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ വാക്കുകൾ പലരെയും മുറിവേൽപ്പിച്ചേക്കാം. ബോബി ചെമ്മണ്ണൂരിന്റെ വഷളത്തരങ്ങളും ഇങ്ങനെയാണ്. അയാളുടെ വാക്കുകൾ ചിലരെ രസിപ്പിച്ചിട്ടുണ്ട്, എന്നാൽ അതിലേറെ മുറിവേറ്റവരുണ്ട്. ചലച്ചിത്ര താരങ്ങളും സെലിബ്രിറ്റികളും മുതൽ ആബാലവൃദ്ധ ജനങ്ങൾ വരെ അയാളുടെ അധിക്ഷേപത്തിന് ഇരകളായി. ആ വ്യക്തികളെ മാത്രമായിരുന്നില്ല അയാളുടെ അശ്ലീല സംഭാഷണങ്ങൾ വേദനിപ്പിച്ചത്. ഹണി റോസ് പറഞ്ഞതുപോലെ അവരുടെ കുടുംബവും മാനസികമായി കുറെ വിഷമിച്ചിട്ടുണ്ട്. പോലീസ് കേസെടുത്തിട്ടും അറസ്റ്റിലായിട്ടും ബോബിക്ക് യാതൊരു കുറ്റബോധവുമില്ല. ജയിലിൽ കിടന്നെങ്കിലും അയാൾ തെറ്റുകളെ ഓർത്ത് മനസ്തിപ്പിക്കുമോ? കാത്തിരുന്ന് കാണാം. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.